Good morning, all. Our next topic is capacity and bottlenecks. In production and project management, a bottleneck is one process in a chain of process that its limited capacity reduces the capacity of the whole chain. അപ്പം പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ബോട്ടിൽ നെക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് വൺ പ്രോസസ് ഇൻ എ ചെയിൻ ഓഫ് പ്രോസസ്സ്. കുറേ പ്രോസസ്സുകളിൽ ഒരു പ്രോസസ്സാണ്. ആൻഡ് the limited capacity of that process reduces the capacity of the whole chain. ആ ഒരു പ്രോസസ്സിൻ്റെ ലിമിറ്റഡ് കപ്പാസിറ്റി കാരണം ബാക്കി എല്ലാ പ്രോസസ്സിൻ്റെയും കപ്പാസിറ്റി അല്ലെങ്കിൽ ഹോൾ കപ്പാസിറ്റി കുറയുന്നതിനെയാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുപ്പിയുടെ കഴുത്ത് എന്ന് പറയില്ലേ, കുപ്പിയുടെ ഒരു കഴുത്തിൻ്റെ പ്രത്യേകത എന്താ, അവിടെ മാത്രം വളരെ നാരോ ആയിരിക്കും. പക്ഷെ അത് കടന്നു കിട്ടിയാൽ അതിൻ്റെ താഴേക്ക് എന്താണ് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ആ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി കാരണം ബാക്കി എല്ലാ കപ്പാസിറ്റി റിഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. The result of having a bottleneck are stalls in production, supply overstock, pressure from customers and low employee morale. ഈ ബോട്ടിൽ നെക്ക് കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഓവർ സ്റ്റോക്ക് ഉണ്ടാവുക, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, എംപ്ലോയീസിന് മോട്ടിവേറ്റഡ് അല്ലാതിരിക്കുക. ഇതൊക്കെയാണ് റിസൾട്ട് ഓഫ് ഹാവിങ് ബോട്ടിൽ നെക്ക്. രണ്ട് തരത്തിലാണ് എന്തുള്ളത്, ബോട്ടിൽ നെക്സ് ഉള്ളത്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കില്ല. പക്ഷേ ലോങ് ടേം ബോട്ടിൽ നെക്സ് എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്ഷനെ കാര്യമായിട്ട് ബാധിക്കും. ഷോർട്ട് ടേം ബോട്ടിൽ നെക്കിന് എക്സാമ്പിളായിട്ട് നമുക്കൊരു സ്കിൽഡ് എംപ്ലോയി, ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻസ് മാനേജർ ഒരു 1 വീക്ക് ലീവ് ആവുകയാണെങ്കിൽ അത് നമുക്കൊരു ഷോർട്ട് ടേം ബോട്ടിൽ നെക്കാന്ന് പറയും. ആ ഒരാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളെ മാത്രമേ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. ലോങ് ടേം ബോട്ടിൽ നെക്കിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഓർഗനൈസേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീനറിയുടെ വർക്കിംഗ് കണ്ടീഷൻ അത്ര പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്കൊരു ലോങ് ടേം ബോട്ടിൽ നെക്കായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം അത് നന്നാക്കി എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് എപ്പോഴാണോ കറക്റ്റ് ആവുന്നത് വരെ, അതുവരെ നമ്മുടെ മെഷീൻ പ്രൊഡക്ഷനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഇതാണ് ലോങ് ടേം ബോട്ടിൽ നെക്കിനുള്ള എക്സാമ്പിൾ. അപ്പം ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ്, ഒരുപാട് പ്രോസസ്സുകളിൽ ഒരു പ്രോസസ്സ് അതിൻ്റെ ലിമിറ്റഡ് കപ്പാസിറ്റി റിഡ്യൂസസ് ദ കപ്പാസിറ്റി ഓഫ് ദി ഹോൾ പ്രോസസ്സ്. മൊത്തത്തിൽ വരുന്ന പ്രോസസ്സ് ചെയിനിൻ്റെ കപ്പാസിറ്റീനെ റിഡ്യൂസ് ചെയ്യും. രണ്ട് തരത്തിലുണ്ട്, ലോങ് ടേമും ഷോർട്ട് ടേമും. ഷോർട്ട് ടേം എന്താ പറയുക, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ടെമ്പററി ആയിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ലോങ് ടേം ബോട്ടിലിനൊക്കെ ആണെങ്കിൽ അത് നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ബോട്ടിൽ നെക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ഒരു പോപ്പുലറായിട്ടുള്ള തിയറിയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഡെവലപ്ഡ് ബൈ എലിയാഹു ഗോൾഡ്രാറ്റ്. എലിയാഹു ഗോൾഡ്രാറ്റ് എന്ന് പറയുന്ന ആൾ 1980 ഡെവലപ്പ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാലും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ദ ബേസിക്സ് ഓഫ് ദിസ് തിയറി ആ തിയറീൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ അതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സിസ്റ്റം കൺസ്ട്രെയിൻസ്. അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, ബോട്ടിൽ നെക്സ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നോ ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ അൺലെസ് ദി കൺസ്ട്രെയിൻഡ് ഓർ വീക്കസ്റ്റ് ലിങ്ക് ഈസ് ഫൗണ്ട്. നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, നമ്മളിത് കണ്ടെത്താത്തിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ മുകളിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് എന്താണ് ലിമിറ്റേഷൻ എന്നുള്ളത് കണ്ടെത്തിയാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ്, ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയിറ്റ് ദ സിസ്റ്റം കൺസ്ട്രെയിൻറ്റ്, മേക്ക് ദ കൺസ്ട്രെയിൻറ്റ് ആസ് ഇഫക്റ്റീവ് ആസ് പോസിബിൾ. നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മാക്സിമം ഇഫക്റ്റീവ് ആവുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. തേർഡ്, subordinate everything else to that decision. Align every other part of the system to support the constraints, even if this reduces the efficiency of non-constrained resources. നമുക്ക് ഏതാണോ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഡിസിഷനും അതിൻ്റെ ബേസിൽ എടുക്കുക. അതായത് ആ ഒരു കൺസ്ട്രെയിനെ നമുക്ക് എത്രത്തോളം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടെ സെറ്റ് ചെയ്യുക. അപ്പം ബാക്കിയുള്ള ഫാക്ടേഴ്സിന് ചിലപ്പം അതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കുറയുമായിരിക്കും, എങ്കിൽ പോലും എന്താണ് നമ്മുടെ സിസ്റ്റം കൺസ്ട്രെയിൻ ഏതാണോ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക.
Fourth, elevate the system constraints. If output is still inadequate, acquire more of these resources so it no longer becomes a constraint. എന്നിട്ടും നമ്മൾ എന്ത് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീനറീൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മൾ എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചു എന്നിട്ടൊന്നുമില്ലെങ്കിൽ ആ മെഷീനറിക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക. പുതിയ മെഷീനറി വാങ്ങണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ്ലി മെയിൻ്റനൻസ് കൊണ്ട് റെഡി ആവുമെങ്കിൽ അത് ചെയ്യുക. അതാണ് കൺസ്ട്രെയിനെ ഒരു കൺസ്ട്രെയിൻ അല്ലാതാക്കി മാറ്റുക. Fifth, if in the previous steps the constraints have been broken, go back to step 1, but do not let the inertia become the system constraint. After this constraint problem is solved, go back to the beginning and start over. ഇത്രയും സ്റ്റെപ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൺസ്ട്രെയിനെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റം ഒന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് പുതിയ കൺസ്ട്രെയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക, കണ്ടെത്തുക. അപ്പോൾ ഇത്രയാണ് എന്തിൽ പറയുന്നത്, തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് ഡെവലപ്ഡ് ബൈ എലിയാഹു ഗോൾഡ്രാറ്റ്. Next, estimation of capital requirements. The success or failure of production and distribution functions of firms depends upon the manner in which the finance function is performed. It is therefore essential that each manner in which the finance function is therefore essential that each financial activity be carefully planned before any action is taken. The ultimate objective of financial plan is to enable a firm to accomplish goals and objectives. Financial planning should achieve a total integration and coordination of all the plans of the other functions of the firm. അത് നമുക്ക് എത്ര ഫണ്ട് ആവശ്യം വരുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര ഫണ്ട് ആവശ്യം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ അനലൈസ് ചെയ്യേണ്ടി വരും. അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം, എത്രയൊക്കെ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രമേ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അനാലിസിസ് ഫുൾ ആവുള്ളൂ, അല്ലേ? നമ്മൾ ക്യാപിറ്റൽ ഒരു 1 crore 1 കോടി ക്യാപിറ്റൽ ഫണ്ട് ആവശ്യമുണ്ടെന്ന് മാത്രം കണ്ടെത്തിയോണ്ട് കാര്യമില്ല. ആ 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് എത്ര റിട്ടേൺ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള ഒരു 3 ടെക്നിക്സ് നമുക്ക് പറയാം. First one, break-even analysis. It is one of the methods used to evaluate alternate capacities. അതായത് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രേക്ക്-ഇവൻ അനാലിസിസ് യൂസ് ചെയ്യാം. ബ്രേക്ക്-ഇവൻ അനാലിസിസ് യൂസ് ചെയ്താൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് കോസ്റ്റ് ബൈ ചേഞ്ചസ് ഇൻ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസസ് ആൻഡ് വോള്യൂംസ്. അതായത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമ്പം അത് പ്രോഫിറ്റിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ബ്രേക്ക്-ഇവൻ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈൻ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ വേറൊരു പ്രോഡക്റ്റ് ലൈൻ ആണോ, അങ്ങനത്തെ കമ്പാരിസണിനൊക്കെ നമുക്ക് ബ്രേക്ക്-ഇവൻ അനാലിസിസ് യൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് പറയുന്നത് ഡിസിഷൻ ട്രീസ് ആണ്. ഡിസിഷൻ ട്രീസ് എന്നാൽ നമ്മളൊരു ട്രീ എന്നിട്ട് അതിൻ്റെ ഒരു ബ്രാഞ്ചസിൽ പോലെ പല ആക്ടിവിറ്റീസും കാണിച്ചിട്ട് നമ്മളത് കമ്പയർ ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ ട്രീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അനദർ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കപ്പാസിറ്റീസ്. അപ്പോൾ നമുക്ക് ഒരു ലുക്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ നടത്താൻ പറ്റും. Third, capital budgeting. Capital budgeting is another way to determine capacity. Operations managers have discretionary power over some capital budget expenditure. അത് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു മെഷീനറി വാങ്ങണം, അതൊക്കെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അതിനുള്ള ഡിസിഷൻ എടുക്കുന്നതാണ് എന്ത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദറായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഫണ്ട് പ്ലാനിങ് നടത്താൻ പറ്റും. നെക്സ്റ്റ്, കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്. It is also known as CRP. It is a technique that allows business to plan ahead to determine how large their future inventory capacity needs to be in order to meet demand. It also helps companies to determine how much space they will need to hold these materials. കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാവും, ആ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി എത്രയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നടത്തി ട്രെൻഡൊക്കെ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് തോന്നുകയാണ് ഫ്യൂച്ചറിൽ നമുക്ക് മന്ത്ലി ഒരു 10,000 യൂണിറ്റ്സ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ്
10,000 യൂണിറ്റ്സിൻ്റെ കൂടെ കപ്പാസിറ്റി നമ്മൾ കണ്ടെത്തണം. ആ ഒരു പ്ലാനിങ്ങിനെയാണ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുക. അതിൽ തന്നെ നമുക്ക് ഇൻവെൻറ്ററി സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എത്ര വേണം, അതൊക്കെ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൽ വരും. The key elements of capacity requirement planning process are establishing, measuring and adjusting the limits or levels of the production capacity based on the process of determining the amount of labor and machine resources required to accomplish the task of production. അപ്പോൾ കീ എലമെൻറ്റ്സ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ CRPയിൽ വരുന്ന കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെഷറിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദി ലിമിറ്റ്സ് ഓർ ലെവൽസ് ഓഫ് ദി പ്രൊഡക്ഷൻ കപ്പാസിറ്റി. നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റീൻ്റെ ലിമിറ്റ്സ് അല്ലെങ്കിൽ ലെവൽസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് മെഷർ ചെയ്യുക, പിന്നെ അത് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദി എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് മെഷീൻ റിസോഴ്സസ് റിക്വയർഡ് ടു അക്കംപ്ലിഷ് ദി ടാസ്ക് ഓഫ് പ്രൊഡക്ഷൻ. എന്തിന് ബേസ് ചെയ്തിട്ടുണ്ട്? ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ലേബർ, നമുക്ക് എത്ര ലേബർ അവേഴ്സ് വരുന്നുണ്ട്, എത്ര മെഷീൻ റിസോഴ്സസ് വേണം, ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കീ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിങ്, മെഷറിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദി ലിമിറ്റ്സ് ഓർ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൽ വരുന്നത്.